ഹലോ എവരിവൺ, വെൽക്കം ടു CS ലേണിംഗ് ഹബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് ബഫർ അഥവാ TLB യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇത് പേജിങ്ങിലെ അഡ്രസ് ട്രാൻസ്ലേഷനാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം പേജിങ് എന്ന് പറയുന്നത് നോൺ കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ പേജിങ്ങിൽ ഒരു പ്രോസസ്സ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് മെയിൻ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ പേജ് ടേബിൾ യൂസ് ചെയ്യുന്നത് അല്ലേ. പേജ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? ഒരു പെർട്ടിക്കുലർ പേജ് ഏത് ഫ്രെയിമിലാണ് CPU റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പേജ് ടേബിളും സ്റ്റോർ ചെയ്യുന്നത് ഫിസിക്കൽ മെമ്മറിയിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് വരികയാണെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പേജസിനും ഓരോ പ്രോസസ്സിനും ഇൻഡിപെൻഡൻ്റ് ആയുള്ള പേജ് ടേബിൾ ആയിരിക്കും അല്ലേ. ആ പേജ് ടേബിളിനെയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മെയിൻ മെമ്മറിയിലാണ്. ഓക്കെ, അപ്പോൾ CPU ഒരു പെർട്ടിക്കുലർ പേജിന് വേണ്ടിയിട്ട് ഫെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് ടേബിളിനെ റെഫർ ചെയ്യും. ദെൻ പേജ് ടേബിളിൽ നിന്ന് പെർട്ടിക്കുലർ ആ പേജ് ഏത് ഫ്രെയിമിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിന്ന് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്ത് നമുക്ക് പെർട്ടിക്കുലർ പേജിനെ നമുക്ക് ഫ്രെയിമിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ CPU എത്ര ടൈം മെമ്മറീനെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പേജ് ടേബിളിനെ റെഫർ ചെയ്യണം. ദെൻ പേജ് ടേബിളിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ നിന്ന് പെർട്ടിക്കുലർ പേജിന് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ മെമ്മറീനെ ആക്സസ് ചെയ്യണം. അതായത് മെയിനായിട്ടും 2 ടൈംസ് വരുന്നുണ്ട് അല്ലേ. സപ്പോസ് മെമ്മറിയുടെ ആക്സസ് ടൈം എന്ന് പറയുന്നത് X ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CPU ഫസ്റ്റ് പേജ് ടേബിളിനെ റെഫർ ചെയ്യാൻ X ടൈം വേണം. അതുപോലെ തന്നെ ഫ്രെയിം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫ്രെയിമിൽ നിന്ന് പേജിനെ ഫെച്ച് ചെയ്യുന്നതിനും X ടൈം വേണം. അതായത് X+X എന്ന് പറയുന്നത് 2X ടൈമാണ് ഇവിടെ CPU ആവശ്യമായിട്ടുള്ളത്, CPU സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു നോർമൽ കേസാണ്. പക്ഷേ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പേജ് ടേബിളിൻ്റെ സൈസ് ഫ്രെയിമിൻ്റെ സൈസിനേക്കാളും ലാർജ് ആവുന്ന കേസിൽ നമ്മൾ എന്താ പറയുക മൾട്ടി ലെവൽ പേജിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, പേജ് ടേബിളിനെ മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. പ്രോസസ്സിനെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ പേജ് ടേബിളിനെ നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ടൈം കൂടെ ആക്സസ് ചെയ്യാനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലത്തിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് ബഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. അതിലെന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാഷി മെമ്മറി ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഈ കാഷി മെമ്മറിയിൽ മെയിനായിട്ടും 2 സെക്ഷൻസ് ആയിരിക്കും. ഒന്ന് പേജ് നമ്പറിനെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ദെൻ ഫ്രെയിം. ഓക്കെ, നമുക്കറിയാം ഫിസിക്കൽ മെമ്മറിനെ കമ്പയർ ചെയ്യുമ്പോൾ കാഷി മെമ്മറിക്ക് എപ്പോഴും ഫാസ്റ്റർ ആണ് അല്ലേ. കാഷി മെമ്മറി അതുപോലെ തന്നെ ആക്സസ് ടൈമും കമ്പാരിറ്റീവ്ലി കുറവാണ്. നോർമൽ പേജിങ്ങിൽ എന്താ നടക്കുന്നത്, CPU ഒരു ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്ത പേജ് ടേബിളിലേക്കാണ് പോവുക അല്ലേ. പേജ് ടേബിളിനെ റെഫർ ചെയ്ത് ഫ്രെയിം ഐഡൻറ്റിഫൈ ചെയ്ത അതിൽ നിന്നാണ് നമ്മൾ പെർട്ടിക്കുലർ പേജിന് നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നത്. പക്ഷേ TLBയിൽ അങ്ങനെയല്ല. TLBയിൽ ഫസ്റ്റ് CPU ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്തിട്ട് ആദ്യം പോകുന്നത് നമ്മൾ TLBയിലേക്കായിരിക്കും. അപ്പോൾ CPU റിക്വസ്റ്റ് ചെയ്യുന്ന പേജ് TLBയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ TLB ഹിറ്റ് എന്നാണ് പറയുക. ആ കേസിനെ TLB ഹിറ്റ് ചെയ്യും. ദെൻ പർട്ടിക്കുലർ ഫ്രെയിമിനെ നമ്മൾ ഫെച്ച് ചെയ്ത് ആ ഫ്രെയിമിൽ നിന്ന് നമ്മൾ പേജിനെ ആക്സസ് ചെയ്യും. ഓക്കെ, ഇത് ഒരു കേസ്. പക്ഷേ നമുക്ക് അറിയാം എപ്പോഴും കാഷി മെമ്മറിയുടെ സൈസ് ലിമിറ്റഡ് ആണ്. ഇവിടെ ലിമിറ്റഡ് എൻട്രീസിനെ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താ, ഇപ്പോൾ സൈസ് കൂടുകയാണെങ്കിൽ അവിടെ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് കൂടും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സൈസ് കൂട്ടാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റഡ് എൻട്രീസ് മാത്രമാണ് TLBയിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ CPU ഒരു ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പെർട്ടിക്കുലർ പേജ് ഇപ്പോൾ TLBയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ TLB മിസ് എന്നാണ് പറയുക ആ കേസിന്. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ നോർമൽ കേസ് പോലെ നമ്മൾ പേജ് ടേബിളിൽ പോയിട്ടായിരിക്കും പർട്ടിക്കുലർ പേജിനെ ആക്സസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 2 കേസസാണ് TLBയിലുള്ളത്. ഒന്ന് കേസ് 1 എന്താണെന്ന് വെച്ചാൽ TLB ഹിറ്റ്, അതായത് പെർട്ടിക്കുലർ പേജ് CPU സെർച്ച് ചെയ്യുന്ന പേജ് TLBയിൽ എന്ന് പറഞ്ഞാൽ ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് TLB ഹിറ്റാണ്. ഇപ്പോൾ CPU സെർച്ച് ചെയ്യുന്ന പേജ് TLBയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ TLB മിസ്സാണ്. ആ കേസിൽ നമ്മൾ പേജ് ടേബിളിൽ പോയിട്ടായിരിക്കും പെർട്ടിക്കുലർ പേജിനെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഇക്വേഷനാണ് താഴെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിലെന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കുക. ഹിറ്റ് അതായത് TLB ഹിറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ, ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പെർട്ടിക്കുലർ പേജ് TLBയിലുണ്ട് അല്ലേ. ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, TLBനെ ആക്സസ് ചെയ്യാനുള്ള ടൈമും ദെൻ മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാനുള്ള ടൈം മാത്രം മതി അല്ലേ. പ്ലസ് അത് ഇപ്പോൾ X എന്ന് പറയുന്നത് മെയിൻ മെമ്മറിനെ ആക്സസ് ചെയ്യാനുള്ള ടൈമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്ലസ് TLB മിസ്സാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ പേജ് TLBയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നോർമൽ കേസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് TLBനെ ആക്സസ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കില്ല. അവിടെ TLBനെ ആക്സസ് ചെയ്യാനുള്ള ടൈമും പ്ലസ് പേജ് ടേബിളിനെ ആക്സസ് ചെയ്യാനുള്ള ടൈം X, ദെൻ
പേജിനെ ആക്സസ് ചെയ്യാനുള്ള ടൈമും എക്സും, അതാണ് മിസ് ഓഫ് TLB പ്ലസ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം കാണാനുള്ള ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽസ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എഫക്റ്റീവ് ആക്സസ് ടൈം എന്ന് പറയുമ്പോൾ എപ്പോഴും ഹിറ്റിൻ്റെ റേഷ്യോ എപ്പോഴും ഹൈ ആയിരിക്കണം, മിസ്സിൻ്റെ റേഷ്യോ എപ്പോഴും ലോ ആയിട്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് എഫക്റ്റീവ് ആക്സസ് ടൈം നമുക്ക് പറയാനായിട്ട്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ UGC നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്. UGC നെറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ ആയിരിക്കും കൂടുതൽ ചോദിക്കുക. ഓക്കെ.